അടുത്തതായിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് മെട്രിക്സ് ആണ്. സോ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിട്ട് നോക്കുക, ക്വസ്റ്റ്യൻസൊക്കെ വർക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ടത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് വേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന എ ഐ ജിയുടെ വാല്യൂ I+J എന്നാണ്. അതായത് നമ്മളൊരു മെട്രിക്സ് 2/2 മെട്രിക്സ് ആണ് നമുക്ക് വേണ്ട എ എന്ന് പറയുന്നത്. അതിൽ ഐക്ക് പകരം 1ഉം ജെക്ക് പകരം 1ഉം കൊടുത്തു കഴിഞ്ഞാൽ A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. അത് 1+1 എന്ന് വരും. അതുപോലെ എന്ത് ചെയ്യുക, ഐക്ക് 1ഉം ജെക്ക് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ A12 എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടും. സോ എന്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതാ AIJ = I+J എന്നാണ്. അതിൽ ഐക്കും ജെയ്ക്കും പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1+1 2 എന്ന് കിട്ടും. ആദ്യത്തെ എലമെൻറ്റ് A11 കിട്ടി. അടുത്ത A12 ആണ് വേണ്ടപ്പോൾ എന്ത് ചെയ്യുക, ഐക്ക് 1ഉം ജെയ്ക്ക് 2ഉം കൊടുത്താൽ 1+2 എന്ന് വരും. അതിൻ്റെ വാല്യൂ 3 ആണ്. അതുപോലെ അടുത്ത എലമെൻറ്റ് മൂന്നാമത്തെ എലമെൻറ്റ് A21 ആണ്, 2/2 മെട്രിക്സ് ആയതുകൊണ്ട്. സോ അടുത്ത 2+1ൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. അതുപോലെ നാലാമത്തെ ലാസ്റ്റ് എലമെൻറ്റ് A22 ആണ്. സോ എന്ത് ചെയ്യുക, ഐക്കും ജെയ്ക്കും പകരം 2ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 4 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, എലമെൻറ്റ്സ് എഴുതുകയാണെങ്കിൽ 2 3 4 എന്നായിരിക്കും കിട്ടുക. ഇതായിരിക്കും നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അടുത്തായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആകുന്നത് AIJ = 0 ആകുമ്പോഴാണ്. സോ അവിടെ ഐയും ജെയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചേക്കുക. അപ്പോൾ നമ്മൾ താണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് തന്നേക്കുന്നൊരു ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. സോ 2/2 ആണ് ഓർഡർ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. എല്ലാ ഡയഗണൽ മെട്രിക്സ് എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതായത് റോയുടെയും കോളവും എണ്ണം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ ഇനി വരേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡയഗണൽ മെട്രിക്സിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം 0 ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വേണ്ട A1, ഇത് 2/2 ആയതുകൊണ്ട് A11, അതുപോലെ A22. ഇപ്പോൾ 3/3 ഓർഡറാണെങ്കിൽ A33 വരും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് പറയുക, ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയാം. അതായത് ഇങ്ങനെ വരുന്ന ഈ ഒരു എലമെൻറ്റ്സ് ആണ് ഡയഗണൽ എൻട്രീസ് എന്ന് പറയും. ആ ഡയഗണൽ എൻട്രീസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതാണ് ഇപ്പോൾ AIJ എന്ന് പറയുന്ന എലമെൻറ്റ് ഇപ്പോൾ ജനറലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ ഡയഗണൽ എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, അവിടെ ഐയും ജെയും ഈക്വലാണ്. ഇവിടെ എല്ലാം എന്താണ്, ഐയും ജെയും ഈക്വലാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ ഈ AIJ എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, I=J ആയിരിക്കും. അതായത് ഇപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എടുക്കുക, അതെന്താണ്, 0 അല്ല. 0 എന്ന് എവിടെയൊക്കെ ചോദിച്ചാലാണ്ട് ഈ എലമെൻറ്റ് 0 ആണ്. സോ ഈ എലമെൻറ്റ് A12 ആണ്. അവിടെ ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2 ആണ്. ഈ എലമെൻറ്റ് 0 ആണ്. സോ അതെന്താണ്, A21 ആണ്. അവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ വ്യത്യസ്തമാണ്. സോ ഐയുടെയും ജെയുടെയും വാല്യൂ ഈക്വൽ അല്ലാതെ വരുന്ന കേസ് മാത്രമേ എന്താവുള്ളൂ, ആ എലമെൻറ്റ് 0 ആകുള്ളൂ. അതാണെന്ത്, AIJ = 0 ആണ്. പക്ഷേ I=J ആണ്. I=J ആണെങ്കിൽ എന്തായിരിക്കും, അത് ഡയഗണൽ എൻട്രി ആയിരിക്കും. സോ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കുമ്പോൾ AIJ = 0 ആണ്. അതേപോലെ I=J ആണ്. അടുത്തായിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അപ്പോൾ ആൻസറാണ് പറയുന്നത്. അതായത് ഇവിടെ തന്നേക്കുന്ന കണ്ടീഷൻ ഇതാണ്, 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഈക്വാലിറ്റി സാധനം കിടക്കുന്നത്. അപ്പോൾ 2 മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് A11ഉം രണ്ടാമത്തെ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് A11 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ A+B എന്ന് എടുക്കാം, 6 എന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് A12ഉം അടുത്ത A12ഉം ഈക്വൽ ആണ്. അതുപോലെ A21ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് A×Bയുടെ വാല്യൂ എന്തായിരിക്കും, 8 ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെൻറ്റ് A22 എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ A×Bയുടെ വാല്യൂ നമുക്ക് എന്തെടുക്കാം, 8 എന്ന് എടുക്കാം. 2 ഇക്വേഷൻ കിട്ടി. സോ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഇക്വേഷൻ A×B = 8 ആണ്. അതിൽ നിന്ന് ബിയുടെ വാല്യൂ ഈ ഒരു A റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 8/A എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ച് ചോദിച്ചു. എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷൻ, ആ ഒരു വാല്യൂ കൊണ്ടുവന്ന് ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ബിക്ക് ഒരു എന്ത് കൊടുക്കുന്നു, 8/A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇക്വേഷൻ ഇതുപോലെ വരും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്താൽ A×A² + 8/A എന്ന് വരും. ആ താഴെയുള്ള എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് വെച്ച് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ A² - 6A + 8 = 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നോക്കുകയാണ്, 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -6ഉം വരണം, മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം വരണം. അങ്ങനെ ആലോചിക്കാം. സോ എന്ത് ചെയ്യാം, -2ഉം -4ഉം ആയിരിക്കും. സോ A - 2 × A - 4 = 0 എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് ഈ ടേം 0 ആണെങ്കിൽ എയുടെ വാല്യൂ +2 എന്ന് കിട്ടും. അതുപോലെ ഈ ടേം 0 കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ +4 എന്ന് കിട്ടും. സോ ഇവിടെ എക്ക് 2 വാല്യൂ കിട്ടിയത് 2ഉം കിട്ടി, അതുപോലെ 4ഉം കിട്ടി. അപ്പോൾ നമ്മളിവിടെ എക്ക് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണ്ട് ഈ ഒരു ഇക്വേഷനകത്ത് എക്ക് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്ക് പകരം 4 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനകത്ത് എന്ത് ചെയ്യും, ബിയുടെ വാല്യൂ 2 എന്നും കിട്ടും. അടുത്തായിട്ട് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു 3 മെട്രിക്സാണ് തന്നിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന സിംഗിൾ മെട്രിക്സിൻ്റെ ഓർഡറാണ് നമുക്ക് വേണ്ടത്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ മെട്രിക്സിനെ രണ്ടാമത്തെ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അതിന് ശേഷം വേണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ നമ്മളിവിടെ ഇവിടുത്തെ മെട്രിക്സ് കണ്ട് നോക്കുകയാണെങ്കിൽ 2ൻ്റെ ഓർഡർ 2 റോയും 3 കോളവുമാണുള്ളത്. സോ 2/3 ആയിരിക്കും. ഈ ഒരു മെട്രിക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആയിരിക്കും. അതായത് 2 റോയും ഉണ്ട് 3 കോളം വീതമുള്ളത്. സോ ആദ്യത്തെ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇതാ 3 റോയും 2 കോളവും ഉള്ളത്. സോ 3/2 ആയിരിക്കും ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, ഇനി ഈ 2 ഓർഡറുള്ള മെട്രിക്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. സോ അതിന് ശേഷം കിട്ടുന്ന മൂന്നാമത്തെ മെട്രിക്സിൻ്റെ ഓർഡറാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ മെട്രിക്സ് 3/2ഉം രണ്ടാമത്തെ മെട്രിക്സ് 2/3ഉം ആണ് ഓർഡറെങ്കിൽ അത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ വേണ്ടേ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളവുമായിരിക്കും. അല്ലെങ്കിൽ ഈ ആദ്യവും അവസാനമായിട്ട് നമ്പർ മാത്രം നോക്കിയാൽ മതി. 3യും 3 എടുക്കുകയാണെങ്കിൽ സോ 3/3 ആയിരിക്കും എന്ത്, ഇത് തമ്മിൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ 3/3 ആയിരിക്കും ഓർഡർ. ആയിട്ട് 16ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ 2 മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടുന്ന് ആൽഫയുടെ വാല്യൂ ആണ് വേണ്ടത്. ഫോർ വിച്ച് A² = B. A² വാല്യൂ ബിക്ക് ഈക്വൽ ആകുമ്പോൾ ഉള്ള ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് A² കണ്ടുപിടിക്കണം, അതുപോലെ ബി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ എടുക്കുക. അപ്പോൾ A² എന്ന് പറയുമ്പോൾ A × A ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വാല്യൂ എടുക്കുകയാണെങ്കിൽ 2 മെട്രിക്സ് എന്ത് ചെയ്യുക, A × A മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്താൽ മതി, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്ത് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആണ്ടേ ആൽഫ × ആൽഫ പ്ലസ് 0 × 1 എന്ന് വരും. സോ ആൽഫ² + 0 തൊട്ട് ആദ്യത്തെ A11, അടുത്ത് എന്ത് ചെയ്യുക, വീണ്ടും ആദ്യത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ A21 എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടാമത്തെ റോ എടുത്ത് ആദ്യത്തെ കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈം കിട്ടും. അതുപോലെ എന്ത് ചെയ്യുക, വീണ്ടും രണ്ടാമത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ A22 എന്ന എലമെൻറ്റ് കിട്ടും. സോ ആൽഫ² 0, ആൽഫ + 1 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കിട്ടിയ A² വാല്യൂ. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് A² = B എന്നാണ്. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 മെട്രിക്സ് എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തേക്കാണ് B = A² എന്ന്. സോ 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, എൻ്റെ കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ A11 എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1 = ആൽഫ² എടുക്കാൻ പറ്റും. അപ്പോൾ ആൽഫ² = 1 ആണെങ്കിൽ അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് +or -1 കിട്ടുന്നത്. ആൽഫ² 1 ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ +or -1 ആയിരിക്കും. വീണ്ടും എന്ത് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ആണ്ട് A21 എന്ന എലമെൻ്റ് ഉണ്ട്. ഇവിടെ 5 = ആൽഫ + 1 എടുക്കാൻ പറ്റും. സോ ആൽഫ + 1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും, 4 എന്ന് കിട്ടും. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആൽഫയ്ക്ക് ആണ്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. അതെന്തല്ല, റിയൽ നമ്പേഴ്സിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് അറിയത്തില്ല, തന്നിരിക്കുന്ന വാല്യൂസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല. അടുത്തായിട്ട് 26ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ A എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n എന്നാണ് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ A × Bയും B × Aയും ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറാണ് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന കാര്യം A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണ്. സോ ആദ്യം പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് വെച്ചാൽ A × B എന്താണ്, ഡിഫൈൻഡ് ആണ്. അപ്പോൾ A × B ഡിഫൈൻഡ് ആണെങ്കിലുള്ള കണ്ടീഷൻ ആലോചിക്കാം. എയുടെ നമ്പർ ഓഫ് റോസും ബിയുടെ നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. എയുടെ റോയും ബിയുടെ കോളവും എന്തായിരിക്കും, ഈക്വൽ ആണ്. അപ്പോൾ എയുടെ റോ എന്ന് പറയുമ്പോൾ m ആണ്. സോ m ആയിരിക്കും എന്ത്, ബിയുടെ കോളം. സോ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുകയാണെങ്കിൽ അതിൻ്റെ കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും, m ആയിരിക്കും. കോളത്തിൻ്റെ എണ്ണം m ആണ്. ഇനി വീണ്ടും അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ B × A എന്താണ്, ഡിഫൈൻഡ് ആണ്. അപ്പോൾ B × A ഡിഫൈൻഡ് ആണെന്ന് വെച്ചാൽ ബിയുടെ റോയും എയുടെ കോളവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ബിയുടെ റോയും എയുടെ കോളവും. സോ എയുടെ കോളം നമുക്കറിയാം, അത് n ആണ്. ബിയുടെ കോളത്തിൻ്റെ എണ്ണം വെച്ചാൽ n ആണ്. അപ്പോൾ എന്തായിരിക്കും, ബിയുടെ റോയും എയുടെ കോളവും. അപ്പോൾ എന്തായിരിക്കും, ബിയുടെ റോയുടെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, n ആയിരിക്കും. സോ ബിക്ക് എന്തുണ്ട്, n റോസും m കോളംസും ആയിരിക്കും ഉള്ളത്. സോ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് n/m ആയിരിക്കും. ആയിട്ട് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് A² വാല്യൂ ആണ്. അപ്പോൾ ഒരു മെട്രിക്സ് A ഉണ്ടെങ്കിൽ A² ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ എയെ എയോട് തന്നെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. A × A ആയിരിക്കും A² എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, നമുക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്ത് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് റോ എടുത്ത് സെക്കൻഡ് കോളത്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ
A12 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. അടുത്ത A21 ആണ് വേണ്ടത്. 21 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയും ആദ്യത്തെ കോളത്തിൽ വെക്കുക. രണ്ടാമത്തെ റോ എടുത്ത് ആദ്യത്തെ കോളത്തിൽ വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. അതുപോലെ വീണ്ടും രണ്ടാമത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ വെക്കുക. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് A22 എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും കിട്ടുക. സോ അതെന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ എലമെൻറ്റ്സും ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളും 0 ആണെങ്കിൽ എന്തായിരിക്കും, അതിന് നൾ മെട്രിക്സ് എന്നാണ് പറയുക. സോ A² എന്ന് പറയുന്നത് ഒരു നൾ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അടുത്തായിട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെട്രിക്സ് XYZ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഒരു 1/40 കോൺസ്റ്റൻറ്റും കിടപ്പുണ്ട്. നമുക്ക് വേണ്ടത് X + Y + Z വാല്യൂ ആണ്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഒരു റൈറ്റ് സൈഡ് സോൾവ് ചെയ്ത് ഇതിനെ ഒരു സിംഗിൾ മെട്രിക്സ് ആക്കുക. അപ്പോൾ ആദ്യം ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, അതിനുശേഷം 1/40 കൊണ്ട് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ആദ്യം ഈ ഒരു റൈറ്റ് സൈഡിലെ ഈ ഒരു രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ്. ഓക്കെ, 3 റോയും 3 കോളം കൊണ്ട് 3/3 ആണ് ഓർഡർ. ആദ്യത്തെ മെട്രിക്സ് 3/3 ഓർഡറും. രണ്ടാമത്തെ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ 3 റോയും ഉണ്ട്, ഒരു കോളമേ ഉള്ളൂ. സോ 3/1 ആയിരിക്കും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ. സോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ആദ്യത്തെ ഓർഡറും ആദ്യത്തെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും എടുക്കുന്നത്. സോ 3/1, അതായത് 3 റോയും 1 കോളവുമുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുക. സോ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഫസ്റ്റ് റോ എടുത്ത് ആദ്യത്തെ കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. വീണ്ടും സെക്കൻഡ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ റോ എടുത്ത് ഫസ്റ്റ് റോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ടേംസ് കിട്ടും. സോ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1/40 പുറത്ത്, അകത്ത് 0, 40, 80 എന്നായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ നമ്പർ കൊണ്ട് ഓരോ ടേംസിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1/40 × 0 എന്ന് വരും. ഇവിടെ 1/40 × 40, 1/40 × 80 എന്ന് കിട്ടും. സോ ഗുണിക്കുകയാണെങ്കിൽ 0, 1, 2 എന്നായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ ക്വസ്റ്റിനകത്ത് ലെഫ്റ്റ് സൈഡ് XYZ എന്നായിരുന്നു മെട്രിക്സ്. സോ ലെഫ്റ്റ് സൈഡ് കിട്ടും XYZ = 0, 1, 2 എന്ന് കിട്ടും. സോ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആയിരിക്കും. അതിവിടെ Xൻ്റെ വാല്യൂ 0 ആയിരിക്കും, Yയുടെ വാല്യൂ 1 ആയിരിക്കും, Zൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. നമുക്ക് വേണ്ടത് X + Y + Z ആണ്. സോ വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 + 1 + 2 എന്ന് കിട്ടും. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3 ആയിരിക്കും ലാസ്റ്റ് വാല്യൂ. അടുത്തായിട്ട് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇത് തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇവിടെ ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അതുപോലെ ഈ ഒരു മെട്രിക്സിന് 2 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ശേഷമാണ് ഇവിടെ അഡിഷൻ വരിക. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 2 കൊണ്ട് ഈ ഒരു മെട്രിക്സിനെ ഗുണിക്കുക, അതിനുശേഷം കിട്ടുന്ന രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ മൊത്തം 2 റോയും 3 കോളവും ഉണ്ട്. സോ 2/3 ആയിരിക്കും ഇതിൻ്റെ ഓർഡർ. സോ ഇവിടെ മൊത്തം 3 റോയും 1 കോളവുമാണുള്ളത്. സോ 3/1 ആണ് ഓർഡർ. സോ ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2/1 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/1 ആയിരിക്കും. അതായത് 2 റോയും 1 കോളവുമുള്ള മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു റോ എടുത്ത് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. സോ 7 × 3 + 1 × 4 + 2 × 5 എന്ന് വരും. സോ മേളിൽ 21 + 4 + 10. അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോ എടുത്ത് അതേ കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 27 + 8 + 5 എന്ന് കിട്ടും. സോ വീണ്ടും രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 × ഈ ഒരു മെട്രിക്സ് ആണ്. സോ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓരോ ടേമിനെയും ആ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × 4 2 × 2 എന്ന് വരും. സോ 8ഉം 4ഉം ആയിരിക്കും ആ ഒരു മെട്രിക്സ് ഗുണിച്ചു കഴിഞ്ഞാൽ. ഇനി ഇവിടെ രണ്ട് മെട്രിക്സിൻ്റെ അഡീഷനാണ് വരിക. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 35/40 + 8/4 എന്ന് കിട്ടും. ഇനി ഇതേപോലെ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് എൻട്രീസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ 35 + 8 43 ആദ്യത്തെ എലമെൻറ്റും 40 + 4 ആഡ് ചെയ്ത് 44ാമത്തെ എലമെൻറ്റ് എഴുതുക. സോ അതായിരിക്കും എന്ത് ആൻസർ. അതായത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എയും ബിയും രണ്ട് മെട്രിക്സുകളുണ്ട്. നമുക്ക് വേണ്ടത് A × Bയുടെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. സോ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മെട്രിക്സ് ഉണ്ടാക്കുക, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ A × B എന്ന് പറയുമ്പോൾ എയ്ക്കും ബിക്കും വാല്യൂ എടുത്തേക്കാണ്. സോ ഇനി വേണ്ട ഈ രണ്ട് മെട്രിക്സ് നമ്മൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കുക, ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2 റോയും 3 കോളവും ഉണ്ട്. 2/3 ആണ് ഓർഡർ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ്. സോ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും, പ്രോഡക്റ്റ് 2/2 ആയിരിക്കും ഓർഡർ. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളവും ആയിരിക്കും. സോ ഒരു 2/2 മെട്രിക്സാണ് കിട്ടാൻ പോണേ.
സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്ത് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അതാണ് 1 × 2 -2 × 3 + 1 × 1 എന്ന് വരും. അതുപോലെ അപ്പം ഫസ്റ്റ് എൻട്രി കിട്ടും. വീണ്ടും എന്ത് ചെയ്യുക, അതേ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക 1 2. അപ്പോൾ ഈ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. വീണ്ടും സെക്കൻഡ് റോയും ഫസ്റ്റ് കോളോ 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് A21 കിട്ടും. അതുപോലെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A22 എന്ന് പറയുന്ന നാലാമത്തെ എലമെൻറ്റ് കിട്ടും. സോ അതുകൊണ്ട് A × B ചെയ്യുമ്പോൾ -3 -2 10 7 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ഒരു മെട്രിക്സിൻ്റെ എന്ത് വേണം, ട്രാൻസ്പോസ് വേണം. അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമായിട്ടും സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക. ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ -3 -2 ആണ്. ആ -3 -2 എന്ത് ചെയ്തു, ഫസ്റ്റ് കോളമായിട്ട് താഴോട്ട് എഴുതി. സോ ഇവിടുന്ന് രണ്ടാമത്തെ റോ നോക്കുകയാണെങ്കിൽ 10 7 ആണ്. അപ്പോൾ സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതി പോയി 10 7 റോ എടുത്ത് അതുപോലെ താഴോട്ട് എഴുതി 10 7 എഴുതി. അതായിരിക്കും അതിൻ്റെ ട്രാൻസ്പോസ്. അടുത്തായിട്ട് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, A ട്രാൻസ്പോസ് × A = I3 എന്ന് തന്നിരിക്കുന്നത്. അതായത് A ട്രാൻസ്പോസിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുക. സോ നമുക്ക് ആദ്യം എന്ത് വേണം, X Y Z വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ എയുടെ വാല്യൂ ഉണ്ട്. സോ ഇനി എന്താ വേണ്ടത്, A ട്രാൻസ്പോസാണ് വേണ്ടത്. എന്ത് ചെയ്യുക, എയുടെ ട്രാൻസ്പോസ് എഴുതാൻ വേണ്ടി റോയിൽ കോളവും തമ്മിൽ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ ആദ്യത്തെ റോ താണ്ട് 0 2 Z ആണ്. അതിൽ താഴേക്ക് എഴുതുക 0 2 Z അടുത്ത കോളമാക്കി. ഇനി രണ്ടാമത്തെ റോ X Y -Z ആണ്. എന്ത് ചെയ്യുക, നേരെ താഴേക്ക് എഴുതി കഴിഞ്ഞാൽ X Y -Z. അതുപോലെ മൂന്നാമത്തെ റോയും എടുത്ത് അതുപോലെ എന്ത് ചെയ്തു, നമ്മൾ കോളമായിട്ട് എഴുതി വെച്ചു. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, A ട്രാൻസ്പോസ് × എയുടെ വാല്യൂ I3 എന്ന് തന്നിരിക്കുന്നത്. സോ A ട്രാൻസ്പോസും എയുടെയും വാല്യൂ എടുത്തു = I3 എന്ന് പറയുമ്പോൾ 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഡയഗണൽ എൻട്രീസ് മാത്രം 1, ബാക്കിയെല്ലാം 0 ആയിരിക്കും. സോ ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. സോ 0 × 0 0, x × x x², x × x² എന്ന് വരും. സോ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ 2 x² ആയിരിക്കും ആദ്യത്തെ എലമെൻറ്റ്. അതുപോലെ എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ A ട്രാൻസ്പോസ് × എയുടെ വാല്യൂ ഇതുപോലൊരു മെട്രിക്സും റൈറ്റ് സൈഡിൽ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സാണ് കിടക്കുന്നത്. സോ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ ആദ്യത്തെ A11 എന്ന് പറയുന്ന എലമെൻറ്റ് 2x² ആണ്. ഇവിടുത്തെ A11ൻ്റെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്യുക, രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x² വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. അതിൽ നിന്ന് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. ഈ 2 പുറം വെച്ച് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. x² വാല്യൂ 1/2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, +/- 1/√2 ആയിരിക്കും. സോ അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് ഇവിടെ A22 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുക, ഇവിടുത്തെ A22 എന്ന് പറയുന്ന എലമെൻറ്റ് 1 ആണ്. തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6y² വാല്യൂ 1 എന്ന് കിട്ടും. അവിടെ നിന്നാണ് y യുടെ വാല്യൂ എന്ത് കിട്ടും, +/- 1/√6 എന്ന് ആയി. അടുത്തായിട്ട് വീണ്ടും ലാസ്റ്റ് A33 എന്ന് പറയുന്ന എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. സോ അതാണ് 3z² = 1 എന്ന് കിട്ടും. അവിടെ നിന്നും ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, +/- 1/√3 ആയിരിക്കും. അടുത്തായിട്ട് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, അതുപോലെ B തന്നിട്ടുണ്ട്. നമുക്ക് A × Bയുടെ ട്രാൻസ്പോസാണ് വേണ്ടത്. സോ നമുക്കാണെങ്കിൽ എയുടെ ഓർഡർ 3/1 ആണ്. 3 റോയും 1 കോളവും മാത്രമേ ഉള്ളൂ. 3/1 ആണ് ഓർഡർ. ഇവിടെ B നോക്കുകയാണെങ്കിൽ ഒറ്റ റോയും 3 കോളവും ഉണ്ട്. സോ 1/3 ആണ് ഇതിൻ്റെ ഓർഡർ. സോ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ A × B എടുക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സിന് 3/3 ആയിരിക്കും ഓർഡർ വരിക. അതായത് ഇവിടുത്തെ റോയുടെ എണ്ണവും ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണം എടുക്കണം. സോ ഒരു 3/3 മെട്രിക്സ് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെക്കുക. അപ്പോൾ 1 × -1 ചെയ്യുക. അപ്പോൾ A11 എന്നൊരു എലമെൻറ്റ് കിട്ടും. പിന്നെ 1 × -2 ചെയ്യുമ്പം രണ്ടാമത്തെ A12 എന്ന എലമെൻറ്റ് കിട്ടും. 1 × 1 ചെയ്യുമ്പോൾ മൂന്നാമത്തെ A13 എന്ന എലമെൻറ്റ്. വീണ്ടും 4 എടുക്കുക. -4 × -1 ചെയ്യുമ്പോൾ A21, -4 × 2 ചെയ്യുമ്പോൾ A22, -4 × 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A23 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. അതുപോലെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A × B എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഇതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് A × Bയുടെ ട്രാൻസ്പോസാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയിരിക്കുന്ന
ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും തമ്മിൽ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. അത് ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ -1 2 1 ആണ്. എന്ത് ചെയ്യുക, റോ എടുത്ത് അതേപോലെ താഴേക്ക് എഴുതുക, -1 2 1. രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ 4 -8 -4 ആണ്. ആ റോ നേരെ എന്ത് ചെയ്യുക, താഴേക്ക് എഴുതുക, 4 -8 -4. വീണ്ടും മൂന്നാമത്തെ റോ എടുക്കുക, -3 6 3 ആണ്. അത് നേരെ താഴേക്ക് എഴുതിയാൽ -3 6 3 കോളമായിട്ട് എഴുതുന്നു. ഇതായിരിക്കും അതിൻ്റെ ട്രാൻസ്പോസ്. അടുത്തായിട്ട് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ തന്നേക്കുന്ന എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ഉണ്ട്. നമുക്കത് ഏത് ടൈപ്പ് മെട്രിക്സ് ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടേ. സോ ആദ്യത്തെ ഓപ്ഷൻ യൂണിറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, യൂണിറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഡയഗണൽ എൻട്രീസ് എല്ലാം 1ഉം ബാക്കിയുള്ള എല്ലാ എൻട്രീസും എന്തായിരിക്കും, 0യും ആയിരിക്കും. സോ ഇവിടെ ഡയഗണൽ എൻട്രീസ് കണ്ട 0 ആണ് തന്നിരിക്കുന്നത്, എന്തല്ല 1 അല്ല. ഇവിടെ 1 വന്ന് ബാക്കിയെല്ലാം 0 വരണം. സോ എങ്കിൽ അത് യൂണിറ്റ് ആവുള്ളൂ. സോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. അടുത്തെന്ന് വെച്ചിട്ട് ഡയഗണൽ മെട്രിക്സ് എന്നാണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എൻട്രീസ് എല്ലാം നോൺ സീറോയും ബാക്കി അതൊഴിച്ചുള്ള ബാക്കി എൻട്രീസ് 0യും ആയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡയഗണൽ എൻട്രീസ് 0 ആണ് തന്നേക്കുന്നത്. അപ്പോൾ എന്തല്ല, അത് ഡയഗണൽ മെട്രിക്സ് അല്ല. അടുത്തെന്ന് വെച്ചാൽ സിമെട്രിക് എന്നാണ് തന്നേക്കുന്നത്. സോ സിമെട്രിക് ആകണമുള്ള കണ്ടീഷൻ ഒരു മെട്രിക്സ് എയും അതിൻ്റെ ട്രാൻസ്പോസ് എന്താവണം, ഈക്വൽ ആവണം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും, 0 1 1 0 എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരിക്കും. സോ എന്താണ്, അത് എക്ക് ഈക്വൽ ആണ്. എടുത്ത് നോക്കുക. സോ കിട്ടുന്ന എയും എ ട്രാൻസ്പോസും എന്താണ്, ഈക്വൽ ആയതുകൊണ്ട് ആ മെട്രിക്സ് എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും.